നമ്മളെ ഫോണിൽ നമ്മൾ അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരുപാട് ഫീച്ചറുകളുണ്ട്. അതിൽ ഒരു ഫീച്ചറാണ് ഫോക്കസ് മോഡ്. എന്തായി ഫോക്കസ് മോഡ്? എന്തിനാ അത് ഉപയോഗിക്കുക? അതെവിടെയുള്ളത്? ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. ഫോക്കസ് മോഡ് കണ്ടിട്ടും അതെന്താണെന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. ഫോക്കസ് മോഡ് എന്താണെന്ന് അറിഞ്ഞിട്ടും അത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട്. നമുക്കിന്ന് ഈ ഫോക്കസ് മോഡ് എന്താണെന്ന് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. നമ്മളെ ടൂൾ ബാർ ഇങ്ങോട്ട് താത്തി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫോക്കസ് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണുന്നുണ്ടോ? ഫോക്കസ് മോഡ്. ഈ ഫോക്കസ് മോഡ് ചില ഫോണിലൂടെ കാണുന്നില്ലെങ്കിൽ എഡിറ്റ് എടുത്താൽ താഴെ ഭാഗത്ത് ഉണ്ടാവും ഫോക്കസ് മോഡ്. അതൊന്ന് മേലെ കൊണ്ടുവച്ചാൽ മതി, ഫോക്കസ് മോഡ് വന്നോളൂ. ഇനി എന്തിനാണ് ഇത് ഉപയോഗിക്കുക? ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും. വാട്സപ്പ്, ഫേസ്ബുക്ക് അടക്കമുള്ള ഒരുപാടെണ്ണം, യൂട്യൂബ് അടക്കം. ഇതൊക്കെ നമുക്ക് കുറച്ച് സമയത്തേക്ക് വേണ്ട, ഉപയോഗിക്കണ്ട. അല്ലെങ്കിൽ നമ്മൾ കുട്ടികളെടുത്തോ ആരുടെ ഫോൺ കൊടുക്കുന്ന നേരം ചില ആപ്ലിക്കേഷൻസ് അവർ ഉപയോഗിക്കേണ്ട. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഫോക്കസ് മോഡ് ഉപയോഗിക്കാം. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഞാൻ ആ ഫോക്കസ് മോഡൊന്ന് എനേബിൾ ചെയ്യാം. ഫോക്കസ് മോഡ് ഓണാക്കി. ഇനി ഇതിലെ വാട്സപ്പ് കണ്ട ഒരു ഗ്രേ കളറായി, വേറൊരു ആപ്ലിക്കേഷൻ ചെയ്താൽ ഗ്രേ കളറായി, ഇൻസ്റ്റാഗ്രാമിൽ ഗ്രേ കളറായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മളെ ഫോണിൽ ഡീഫാൾട്ട് ആയിട്ടുള്ള സെറ്റിങ്സ്, ഫോണ്, അങ്ങനത്തെ ചില ആപ്ലിക്കേഷൻസ് അല്ലാണ്ട് വേറെ ഒന്നും വർക്ക് ചെയ്യില്ല. ഇനിയും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ സെറ്റിങ്സ് പോവാം. സെറ്റിങ്സ് പോയാൽ അവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ വെൽബീങ് ആൻഡ് പേരന്റൽ കൺട്രോൾ എന്ന് കാണാം. അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ കുറച്ച് താഴെ ഇവിടെ ഫോക്കസ് മോഡ് ഉണ്ടാവും. ഈ ഫോക്കസ് മോഡ് ഓപ്പൺ ചെയ്യാം. നമ്മളിപ്പോൾ അത് ഓൺ ആക്കിയിട്ടല്ലേ, അതുകൊണ്ട് ഇവിടെ ടേൺ ഓഫ് നൗ എന്നാണ് കാണുന്നത്. നമുക്കതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് ഇനി നമ്മളെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ വിസിബിൾ ആവും. എത്ര ആപ്ലിക്കേഷൻ ഉണ്ടോ എല്ലാം. അതിൽ നമുക്ക് ഫോക്കസ് മോഡിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. നമ്മൾ ടിക്ക് മാർക്ക് ഒഴിവാക്കുന്ന ആപ്ലിക്കേഷനൊക്കെ അവിടെ വർക്കാവും. ഇവിടെ ടിക്ക് മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫോക്കസ് മോഡ് ഓൺ ആക്കിയാൽ ആ ആപ്ലിക്കേഷൻ ഒന്നും വർക്ക് ആകില്ല. അത് മാത്രമല്ല, ഈ ഫോക്കസ് മോഡിലിട്ട ഒരു ആപ്ലിക്കേഷനിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ, ഉദാഹരണത്തിന് വാട്സപ്പ് നമ്മൾ ഫോക്കസ് മോഡിലിട്ട് കുറേ കഴിഞ്ഞ് ഫോക്കസ് മോഡ് ഓഫ് ആക്കുന്ന നേരം, അല്ലെങ്കിൽ ഫോക്കസ് മോഡ് നമ്മൾ ഒഴിവാക്കുന്ന നേരം, നമ്മൾ അതിലേക്ക് തിരിച്ചു വരുന്ന നേരം, ആ സമയത്ത് അതിൽ വന്ന നോട്ടിഫിക്കേഷൻ അതൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇവിടെ കിട്ടുകയും ചെയ്യും. മാനേജ് നോട്ടിഫിക്കേഷൻ ഉള്ളിടത്തിൽ നമുക്കതും കിട്ടും. അടിപൊളി പരിപാടിയല്ലേ? ഇനി ഓരോ സമയത്തും നിങ്ങളിങ്ങനെ സെറ്റിങ്സ് പോയി ഡീറ്റെയിൽ വെൽബീയിങ് ഒന്നും എടുക്കണ്ട. അതിനും ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഫോക്കസ് മോഡിൽ സെറ്റ് ആ ഷെഡ്യൂളിനത്തിൽ ഏതൊക്കെ ദിവസം ഏതൊക്കെ ടൈം എന്ന് നമുക്കിവിടെ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കാം. സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും. അതിനുശേഷം ഏതൊക്കെ ദിവസം ഒന്നും സെലക്ട് ചെയ്ത് വെക്കാം. ഈ പറഞ്ഞൊക്കെ തിരിഞ്ഞിക്കോ. ചില സമയത്തൊക്കെ മിക്കവാറും ആൾക്കാർക്ക് വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണ് ഈ ഫോക്കസ് മോഡ്. ആവശ്യമുള്ള സമയത്ത് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കേണ്ട ഒരു ലൈക്കും കൊടുത്തേക്ക്. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പിയൂർ. താങ്ക് യു സോ മച്ച്.